പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരായ ഇഡി നടപടിയിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ സിപിഐഎം ഇന്നലെ സിപിഐഎം മാത്രം പ്രതിഷേധമുയർത്തി ഇന്ന് LDF ആ വിഷയം ഏറ്റെടുക്കാൻ പോവുകയാണ്. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ LDFന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും. വിവരങ്ങളുമായി ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ജിബിൻ, കഴിഞ്ഞ ദിവസം CPIM-ൽ ഒതുങ്ങി നിന്ന ആ ഒരു പ്രതിഷേധം അത് ഇടതുമുന്നണിയിലേക്ക് ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് വരുന്നു. അപ്പോൾ വലിയ പ്രതിഷേധങ്ങളായിരിക്കാം ഇന്നത്തെ ദിവസം കേരളം കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതിഷേധിച്ചവർക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടും പോകുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഉന്മേഷ്. അത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ട് അതിനെ നേരിട്ടത് CPM പ്രവർത്തകർ മാത്രമാണ്. നമ്മൾ കണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം എല്ലാ ജില്ലാ കമ്മിറ്റികളും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കാരണം പിണറായി വിജയന് മുന്നിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്കെതിരായി ഒരു ED കേസിന് മുന്നിൽ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകർ എല്ലാ കേന്ദ്രങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് കണ്ടത്. എന്തായാലും ഇന്നു മുതൽ അത് CPM മാത്രമല്ല LDF മുന്നണി തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDFന്റെ അകത്തുള്ള എല്ലാ മുന്നണികളും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തും. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തീർക്കാനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് CPM-ന്റെ ഭാഗമായി പല ജില്ലാ കേന്ദ്രങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനങ്ങളും അല്ലാത്ത പ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടി ഉണ്ടായിരുന്നു. ഇന്ന് മറ്റു കേന്ദ്രങ്ങൾ കൂടി പ്രത്യേകിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇടതു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ED-ക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോലീസ് കേസുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ED ഉദ്യോഗസ്ഥരെ അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ നേരിട്ട് പങ്കുള്ളത് എന്ന് പറയുന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് 12 പേരെയാണ്. അതിൽ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയും ഈ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ നിന്ന് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകാൻ DCP-യുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറായില്ല. കാരണം അവർ പറയുന്നത് പോലീസിന്റെ പോലീസ് കവചം തീർത്തിരുന്ന സ്ഥലത്ത് വെച്ചാണ് ED ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റത്. അതുകൊണ്ട് തന്നെ ഈ 12 പേരുടെ അറസ്റ്റ് അവർക്ക് നിർണായകമെന്നാണ് DCP പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മറ്റുള്ളവരുടെ കൂടി അറസ്റ്റ് പൂർത്തിയാക്കുമെന്നുള്ള ഒരു കാര്യമാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ ഒരു പോലീസ് ED-ക്കെതിരായിട്ടുള്ള CPM പ്രവർത്തകരുടെ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഗവർണർ DGP-യോട് വിശദാംശങ്ങൾ തേടിയിരുന്നു. കാരണം ED ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെത്തിയത് അവരുടെ കൃത്യനിർവഹണത്തിനായാണ്. അവിടെയാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ പോലീസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് CPM പ്രവർത്തകരെ നേരിടാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ഈ അതിക്രമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ് DGP-യോട് ഗവർണർ ആരാഞ്ഞിരിക്കുന്നത്. ഇന്ന് എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കൂടി ഗവർണർ തേടാനും സാധ്യതയുണ്ട്. ഉന്മേഷ് ആൻഡ് ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.